എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗി വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. വളരെ ഹെൽത്തിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും ഇനി അമിതവണ്ണവും കുടവയറൊക്കെ ഉള്ള ആൾക്കാർക്കും ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീര ആരോഗ്യത്തിന് വേണ്ടിയും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് റാഗി വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ റാഗി 2 ടേബിൾ സ്പൂൺ അളവില് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റാഗി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ റാഗി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റാഗി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ കുതിർത്തിയ പടി തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പൊ നല്ല പോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ റാഗിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാൻ ശ്രമിച്ചാൽ റാഗി അരയാതെ പോകും. അപ്പൊ ഒന്ന് നല്ല പോലെ കറക്കിയെടുത്തതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ റാഗിപ്പൊടിയേക്കാളും നല്ലത് നമ്മളിതുപോലെ അരച്ചെടുത്ത് തയ്യാറാക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ റാഗി മുഴുവനും അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇതുപോലെയാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് റാഗിയുടെ ആ ഒരു ജ്യൂസ് മുഴുവനും എടുത്തിട്ട് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മള് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് അരിച്ചെടുക്കുവാണ്. അങ്ങനെ മുഴുവനും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. അതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇനിയിപ്പോ ഇതൊന്ന് കട്ടിയായി വരുന്നവരെയും നമുക്ക് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു അളവുകൾ ഒരു 4 ഗ്ലാസ് ചെയ്തെടുക്കാനുള്ള അളവുകളുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് 2 ഗ്ലാസ് ആണ് ഞാനിവിടെ ചെയ്തെടുക്കാനും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് ഒരാഴ്ചക്കൊക്കെയുള്ള റാഗി കുറുക്കിയത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതാ ഇപ്പോ നമ്മുടെ റാഗി ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ കട്ടിയായി വരണം കേട്ടോ. കണ്ടോ? പിന്നെ ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഇപ്പോ കട്ടിയായി വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. റാഗിപ്പൊടി വാങ്ങിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് കുറുക്കി അതൊന്ന് ഇതുപോലെ തന്നെ കട്ടിയാക്കാവുന്നതാണ്. ഒരു സ്പൂൺ പൊടിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം അതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല പോലെ തിക്ക് ബാറ്ററായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചുകൂടെ എടുക്കണം. ഇത് തണുത്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റാഗിയുടെ ചുടക്കം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ ഇതിൽ നിന്ന് ഒരു 2 ഗ്ലാസ് അളവിനുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. ഒരുപാട് ചേർത്തടിക്കരുത്. കാരണം ഒരുപാട് ചേർത്ത് ചെയ്താല് റാഗിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾ അടിക്കുന്ന ഡ്രിങ്കിൽ ഉണ്ടാകും. അപ്പൊ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരും. മുതിർന്നവർക്ക് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുട്ടികൾക്കും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കുടിക്കാനായിട്ട് കുറച്ചളവിൽ മാത്രമാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. നമുക്കിത് അടിച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ അളവിലാണ് നമുക്ക് എടുക്കേണ്ടത്. 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരമൊക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മധുരമാണ് അവർ ഇഷ്ടപ്പെടുക. അപ്പോൾ മധുരം ചേർക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് മധുരം ചേർക്കുന്നില്ല. പകരം ഒരു ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഒരു റോബസ്റ്റ പഴം, നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ തിളപ്പിച്ച് ആറിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇതിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഇപ്പൊ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് കറക്കിയെടുത്തിട്ട് വരാം. നന്നായിട്ട് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഗ്ലാസ് എടുത്ത് വെക്കാം. ഇതുപോലെയാണ് നമ്മളിപ്പോ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി എടുത്തു വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.